മോദിയുടെ സൊമാലിയൻ പരാമർശം പോലെ കേരളത്തെ പരിഹസിച്ച് രാഹുൽ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിൽ ആശുപത്രികളും സ്കൂളുകളും എവിടെയെന്ന് രാഹുലിന്റെ ചോദ്യം. ആർദ്രം പദ്ധതിയുടെ കീഴിൽ കേരളത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ആശുപത്രികൾ ഉള്ളപ്പോഴാണ് രാഹുലിന്റെ പരിഹാസ പ്രസംഗം. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന പേരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃസംഗമം പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുത്ത് സംസാരിച്ചത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ തന്റെ പ്രസംഗത്തിൽ ആദ്യ ഭാഗത്തെല്ലാം കേന്ദ്ര സർക്കാരിനെ ആയിരുന്നു രാഹുൽ ഗാന്ധി വിമർശിച്ചത്. പിന്നീട് സംസ്ഥാന സർക്കാരിനെ, കേരള ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസ്താവന എന്നുള്ളത് കേരള സർക്കാർ എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചു തുടങ്ങിയ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇവിടെ മെച്ചപ്പെട്ട ഒരു ആശുപത്രിയോ വിദ്യാഭ്യാസ രംഗത്ത് നല്ല സ്കൂളുകളോ എന്തെങ്കിലും ഒന്ന് ഇവിടെ കേരളത്തിൽ ഉണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഡൽഹിയിൽ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ഇവിടെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന. നമുക്കറിയാം, നീതി ആയോഗിന്റെ പഠനപ്രകാരം ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാതെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ ഇതിനകം തന്നെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നരേന്ദ്രമോദിയോട് ഡൽഹിയിൽ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനും ആഗ്രഹിക്കുന്നത്. Where are the jobs? Where are the hospitals? Where are the education institutions? Where is the future of this state? എവിടെയാണ് ജോലിയുള്ളത്? എവിടെയാണ് ആശുപത്രികളുള്ളത്? എവിടെയാണ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നത്? ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും ചെയ്യുന്നില്ല. കൂടാതെ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, അധികാരത്തിൽ വരികയാണെങ്കിൽ 2019 അധികാരത്തിൽ വരികയാണെങ്കിൽ വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതുകൂടാതെ വനിതകൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഉണ്ടാവുക എന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ശബരിമല വിഷയം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. സ്ത്രീകളുടെ അവകാശത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്നു, എന്നാൽ അതേസമയം തന്നെ കേരളത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മുൻപായി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി, കൂകിവിളികൾ ഉണ്ടായി. ഈ പരിപാടി അലങ്കോലമാക്കാനുള്ള ശ്രമം കൂടി ഉണ്ടായി. കാരണം ഇത്തരത്തിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് കൂടി പലർക്കും അവിടെ ഇരിപ്പിടം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്നാണ് അക്ഷമരായ പ്രവർത്തകർ അവിടെ കൂകി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഏത് നിമിഷവും ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മറ്റ് നേതാക്കളുടെ ബാഹുല്യവും അവരുടെ പ്രസംഗവും കൊണ്ട് പലരും അക്ഷമരാവുന്ന ഒരു സാഹചര്യവും അവരുടെ കൂകിവിളി തുടരുന്ന ഒരു സാഹചര്യവും, ഈ പരിപാടി നടക്കുന്ന ഉടനീളം അവരുടെ കൂകിവിളി തുടരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നിലനിന്നിരുന്നു. ഒപ്പം വയലാർ രവി അടക്കമുള്ളവർ തന്റെ പ്രസംഗം വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയലാർ രവിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പ്രസംഗിക്കാൻ പോയില്ല. ഇത്തരത്തിൽ കൂകിവിളി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത്. ഒപ്പം മറ്റൊരു കാഴ്ചയിൽ നിന്നുണ്ടായത്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തത് VD സതീശൻ MLA ആയിരുന്നു. ഈ തർജ്ജമ നടക്കുന്ന പല ഘട്ടത്തിലും VD സതീശന് പല പിഴവുകളും സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം വിശദീകരണമായി പറഞ്ഞത് തനിക്ക് മുഴുവനായി കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു സതീശന്റെ വിശദീകരണം ഉണ്ടായത്. ഏതായാലും അതിനുശേഷം രാഹുൽ ഗാന്ധി VD സതീശനെ തൊട്ടടുത്ത് നിർത്തി വീണ്ടും പ്രസംഗം തുടർന്നെങ്കിലും ഇത്തരത്തിലുള്ള പിഴവുകൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പലപ്പോഴും ചിരി പടരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി അവിടെ വേദിയാവുകയുണ്ടായി. ഏതായാലും ഈ മറൈൻ ഡ്രൈവിലെ നേതൃസംഗമം പരിപാടി അവസാനിച്ച ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കളുമായി ഏതാണ്ട് 1.25 മണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷികളെല്ലാം കൂടുതൽ സീറ്റ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് കൂടുതൽ സീറ്റ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും ആ കൂടിക്കാഴ്ച, ഹ്രസ്വമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ദില്ലിക്ക് മടങ്ങുകയും ചെയ്തു. ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിച്ച് കേരള കോൺഗ്രസ് സമ്മർദ്ദതന്ത്രവുമായി രംഗത്ത് വരുമെന്ന ശക്തമായ സൂചന നൽകി ലീഗ്. UDF പ്രതിസന്ധിയിൽ. കൊച്ചിയിൽ രാഹുൽ ഗാന്ധിയോട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷികൾ ഇതേ നിലപാട് ആവശ്യപ്പെട്ടു. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പതിവായിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയപ്പോൾ
കോട്ടയം ലോക്സഭാ സീറ്റിൽ ഒരു കണ്ണ് ജോസഫ് വിഭാഗം വെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വിധേയമായി നിൽക്കുന്നവർക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം മാണി വിഭാഗം വലിയ തരത്തിലുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്നു. കാരണം രാജ്യസഭയും ലോകസഭയും മാണി വിഭാഗത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കെ എം മാണി കരുക്കൾ നീക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിയോട് വിധേയത്വമുള്ള ആരെയെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യമുണ്ട്. അതേസമയം ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ജോസഫ് വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നതാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം ഇവരടക്കം വരാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല. മാത്രവുമല്ല, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി സീറ്റ് വിട്ടു നൽകണമെന്നുള്ള ആവശ്യവുമായി ജോസഫ് വിഭാഗം രംഗത്ത് വന്നത്, പി ജെ ജോസഫ് രംഗത്ത് വന്നത് UDF-നുള്ളിൽ തന്നെ വലിയൊരു പ്രതിസന്ധിക്ക് ഉടലെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ജോസ് കെ മാണിയും അതുപോലെ തന്നെ കെ എം മാണിയും അടക്കം തങ്ങൾക്ക് ഇടുക്കി സീറ്റ് വേണം, അതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതേസമയം ചാലക്കുടിയും തൃശ്ശൂരും വിട്ടുകിട്ടിയാൽ തങ്ങൾ സ്വീകരിക്കും, ജയസാധ്യതയുള്ള സീറ്റുകളാണ് തങ്ങൾക്ക് നൽകേണ്ടതെന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അതിന് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. നല്ല ജയിക്കുന്ന സീറ്റായിരിക്കണം. ഞമ്മ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഇത് UDF-നെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണമായി തീർന്നിരിക്കുകയാണ്. കാരണം കേരള കോൺഗ്രസിനകത്ത് ഉടലെടുത്തിട്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ UDF-ന്റെ കോർട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് UDF-നെ അതിലേക്ക് കക്ഷികളായിക്കൊണ്ട് UDF-നെയും ഒരു കുഴപ്പത്തിലേക്കാക്കുന്ന തരത്തിലുള്ള തന്ത്രമാണ് കെ എം മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ലീഗിനെ സംബന്ധിച്ചാകട്ടെ 3 സീറ്റ് എപ്പോൾ വേണം അല്ലെങ്കിൽ ഒരു സീറ്റ് അധികം എപ്പോൾ ചോദിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ലീഗിനറിയാം. അത് സംബന്ധിച്ചുള്ള സമ്മർദ്ദതന്ത്രങ്ങളുമായി ലീഗ് രംഗത്ത് വരും എന്ന് തന്നെയാണ് ലീഗ് നേതാവായിട്ടുള്ള KP മജീദ് അടക്കം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന. ഞങ്ങൾ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് തീരുമാനിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുക്കും. വല്ല വൈകാതെ UDF-ന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പായി നമ്മൾ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വൈകാതെ തീരുമാനം. ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിച്ചാൽ നടപ്പിലാകുക എന്ന് നമുക്കറിയാം. ആ സമയത്താണ് UDF ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വരുന്ന മുറക്ക് ഏത് സമയമുണ്ടല്ലോ അതിന്റെ അടുത്ത തീരുമാനം. ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസും ലീഗും പ്രധാനമായും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ള വലിയൊരു ആശങ്കയിലേക്ക് UDF എത്തിയിരിക്കുന്നു. കാരണം UDF-ന്റെ നിലവിലുള്ള സ്ഥിതിയെല്ലാം തന്നെ ശോഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട കക്ഷികൾ അല്ലെങ്കിൽ അവരോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള കക്ഷികൾ അവരെ വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം നിൽക്കുമ്പോൾ UDF-നെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ ഒരു സമയത്താണ് വലിയ ഒരു സമ്മർദ്ദതന്ത്രവുമായി കേരള കോൺഗ്രസും ലീഗും രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇതാണ് UDF-നെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്നത്. പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയം സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. തർക്കഭൂമി ഒഴിച്ചുള്ള 67 ഏക്കർ ഭൂമി ഉടമസ്ഥർക്ക് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രം സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. രാമക്ഷേത്രം നിർമ്മിക്കണം എന്നാവശ്യപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്നും 2019 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രം ഹർജി ഫയൽ ചെയ്തതെന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാർ വ്യത്യസ്തമായ നീക്കം നടത്തിയിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കവുമായി തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിലവിൽ തന്നെ സംഘപരിവാർ സംഘടനകളും ഹിന്ദു മതവിശ്വാസികളുമായ പല സംഘടനകളും പലതരത്തിലുമുള്ള കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ വളരെ രീതിയിൽ തന്നെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ വ്യത്യസ്തമായ നീക്കം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടി തന്നെ സുപ്രീം കോടതി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിലവിൽ തന്നെ അയോധ്യയിലെ തർക്കഭൂമിയും അതോടൊപ്പം തന്നെ അതിന് ചുറ്റും അവശേഷിക്കുന്ന 67.703 ഭൂമി 1993 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുന്ന 25 വർഷമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. ആ വിഷയത്തിൽ തന്നെ ബാക്കിയുള്ള ഈ പ്രശ്നമായി നിൽക്കുന്ന തർക്കഭൂമി തന്നെ വിഷയമായി നിൽക്കുന്ന 0.31 ഭൂമി
കിഴിച്ച് ബാക്കിയുള്ള ഭൂമിയെല്ലാം തന്നെ ഈ അതിന്റെ ഉടമസ്ഥർക്ക് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യം ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ വളരെ വലിയ രാഷ്ട്രീയപ്രേരിതമായ ലക്ഷ്യമാണ്, വലിയ നിഗൂഢത ഉണ്ടെന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തായാലും CPM ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ശരിയായ നടപടിയല്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നൊരു നിലപാട് CPMന്റെ ഭാഗത്ത് നിന്ന് CPM എടുത്തിരിക്കുന്നു. നിലവിൽ തന്നെ ഇത് വലിയ രീതി, കാരണം ശിവസേനയും VHPയും സംഘപരിവാർ സംഘടനകളും വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയം സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിന് പുറമെ തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രവിശങ്കർ പ്രസാദ് പോലും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഉടനെ നടപ്പിലാക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെതിരെ സുന്നി വഖഫ് ബോർഡും അതുപോലെ തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡെല്ലാം തന്നെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു കേന്ദ്രമന്ത്രി, ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആ രാഷ്ട്രം നിൽക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെ നിലപാട് സ്വീകരിക്കും, ഒരു മതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ നടപടിയെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും തർക്കഭൂമി ഒഴിച്ച് ബാക്കിയുള്ള ഭൂമിയെല്ലാം തന്നെ വിട്ടു നൽകണമെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത്. ഇന്നായിരുന്നു ശരിക്കും കേസ് കോടതി പരിഗണിക്കുന്നത്. പക്ഷേ ഇന്ന് SA ബോബ്ഡെ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവധിയിലായി തന്നെ ഇന്ന് ഹർജി പരിഗണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇങ്ങനെ അയോധ്യ കേസ് നീണ്ടുപോകുന്ന സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ നീക്കം നടത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുക, തീവ്ര ഹിന്ദുമത വിശ്വാസങ്ങൾ, തീവ്ര ഹിന്ദു നയങ്ങൾ ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ വെച്ച് ലക്ഷ്യം വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതും. സുബ്രഹ്മണ്യ സ്വാമി, BJP നേതാവും അഭിഭാഷകൻ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമാണെന്ന മുൻ നിലപാട് രാജകുടുംബം മാറ്റി. ക്ഷേത്രം പൊതുക്ഷേത്രമാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയെ അറിയിച്ചു. സ്വകാര്യ ക്ഷേത്രമാണെന്നായിരുന്നു ഹൈക്കോടതിയിൽ രാജകുടുംബം എടുത്ത നിലപാട്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ നാളെയും വാദം തുടരും. ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് വീണ്ടും കാണാം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാതൃകയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സ്വതന്ത്ര ഭരണം വേണമെന്ന വിധിക്കെതിരെയുള്ള ഹർജികളും രാജകുടുംബത്തിന്റെ അപ്പീലും അനുബന്ധ ഹർജികളുമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളത്. 2 അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ശ്രീ UU ലളിത്, ഇന്ദു മൽഹോത്ര എന്നിവരുടെ 2 അംഗ ബെഞ്ച് തുടർച്ചയായി തന്നെ കേസിൽ വാദം കേൾക്കും. കേസിൽ നാളെയും വാദം കേൾക്കും. അതിൽ തന്നെ നിർണായകമായ ഒരു തീരുമാനം ഇന്ന് സുപ്രീം കോടതിയിൽ തന്നെ മുൻ രാജകുടുംബം അറിയിച്ചിരിക്കുകയാണ്. മുൻ രാജകുടുംബം ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്വതന്ത്രമായ ഒരു ക്ഷേത്രമാണ്, അത് പൊതുക്ഷേത്രമാണെന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഇതിനു മുമ്പ് കേസ് വന്ന സമയത്ത് ശ്രീ രാജകുടുംബത്തിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഇത് സ്വന്തം ക്ഷേത്രമാണ്, അത് സ്വകാര്യ ക്ഷേത്രമാണെന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അത് ഇന്ന് മാറ്റിയിരിക്കുന്നു. സ്വകാര്യ ക്ഷേത്രത്തിന് പകരം അത് പൊതുക്ഷേത്രമാണെന്ന നിലപാട് ഇന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. വാദത്തിന്റെ തന്നെ നിലവിൽ തന്നെ കേസിൽ നാളെയും വാദം തുടരും. നിലവിൽ തന്നെ അമിക്കസ് ക്യൂറിയായി തന്നെയുള്ള ഗോപാൽ സുബ്രഹ്മണ്യം കഴിഞ്ഞ നവംബർ 25 കൂടി തന്നെ ഈ പറഞ്ഞ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് മാറാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ കത്ത് കഴിഞ്ഞ ആഴ്ചയോടുകൂടി സുപ്രീം കോടതി അംഗീകരിച്ചു. നിലവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ അമിക്കസ് ക്യൂറി ഇല്ല. പക്ഷേ ആ വിഷയം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജസ്റ്റിസ് UU ലളിത് വ്യക്തമാക്കിയത് നിലവിൽ അമിക്കസ് ക്യൂറിയുടെ ആവശ്യം നിലവിലില്ല, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ അമിക്കസ് ക്യൂറി നിയമിക്കാമെന്നൊരു നിഗമനത്തിലാണ് സുപ്രീം കോടതി എത്തിയത്. കേസ് നാളെയും വാദം തുടരുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ തന്നെ ഇതൊരു നിർണായക തീരുമാനമായി തന്നെ കാണണം. കാരണം ഇതൊരു സ്വകാര്യ ക്ഷേത്രമല്ല, പൊതുക്ഷേത്രമാണെന്ന നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ സുപ്രീം കോടതി എത്തിയപ്പോൾ രാജകുടുംബം എടുത്തിരിക്കുന്നു. നിലവിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല അനുബന്ധ ഹർജികളും സുപ്രീം കോടതിയെ പരിഗണനയുണ്ട്. എല്ലാത്തിനും വിശദമായി തന്നെ വാദം കേൾക്കൽ നടപടികളുമായി പുരോഗമിക്കുകയാണ്. പിറവം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയുടെ 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് ആനി ജോണും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പിന്മാറിയത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് പിന്മാറ്റം. പിറവം പള്ളിത്തർക്ക കേസിൽ തങ്ങൾക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയാണ് കേൾക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുന്നത്. സിബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കുന്നതും ഹൈക്കോടതിയുടെ 4ാമത്തെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. നേരത്തെ മറ്റ് 3 ബെഞ്ചുകളും ഈ കേസിൽ കേൾക്കുന്നതെന്നും പിന്മാറിയിരുന്നു. ഇത് 4ാമത്തെ ബെഞ്ചായ ജസ്റ്റിസ് ഹരിലാൽ അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ആനി ജോണി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നതെന്നും പിന്മാറിയത്. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാതെ തന്നെ ഈ കേസ് കേൾക്കുന്നില്ല എന്ന് ഇവർ പറയുകയായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ഡിസംബർ 11-നാണ് ഈ ഒരു ഹർജി ഓർത്തഡോക്സ് സഭ കൊണ്ടുവന്നത്. അതായത് സുപ്രീം കോടതി വിധി 1934 നിയമപ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണം, അതായത് തങ്ങൾക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി
നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഓർത്തഡോക്സ് സഭ നൽകിയ ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുന്ന ഒരു സാഹചര്യമുള്ളത്. ആദ്യമായി ഈ ഹർജി എത്തിയപ്പോൾ തന്നെ ഇത് പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് പി രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമായിരുന്നു. എന്നാൽ ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിലൊരു കേസ്, ഈ പള്ളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായിരിക്കെ ഈ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്ന എതിർ വിഭാഗം ചൂണ്ടിക്കാട്ടുകയും അതിന് പ്രകാരം അദ്ദേഹം പിന്മാറുകയുമായിരുന്നു. പിന്നീട് വന്ന രണ്ടാമത്തെ ബെഞ്ചായ ജസ്റ്റിസ് ചിദംബരേഷ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും ഇതേ കാരണത്തെ തന്നെ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് മൂന്നാമത് മറ്റൊരു ഡിവിഷൻ ബെഞ്ച് എത്തിയത്. ഈ ഡിവിഷൻ ബെഞ്ചും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജസ്റ്റിസുമാരായ VK അബ്ദുൾ റഹീം, TV അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ നാലാമത് വന്ന ഈ ബെഞ്ചാണ് ഇപ്പോൾ വീണ്ടും ഒരു കാരണവുമില്ലാതെ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു ഓർത്തഡോക്സ് സഭ നൽകിയ ഹർജി ഇപ്പോഴും ഈ ഹൈക്കോടതിയിൽ നീണ്ടുപോവുകയാണ്. മറുവശത്ത് യാക്കോബായ വിഭാഗം ആരോപിക്കുന്നത് ഈ യാക്കോബായ വിഭാഗം നടത്തുന്ന സ്വാധീനമാണ് ഇത്തരത്തിൽ ഈ ഹർജി പരിഗണിക്കുന്നതിൽ ഈ കേസ് നീണ്ടുപോകാൻ കാരണമെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഉത്തർപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനൊരുങ്ങി മഹാസഖ്യം. 15 മണ്ഡലങ്ങളിൽ ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളാണ് ആദ്യഘട്ട പട്ടികയിൽ പലതും. മഹാസഖ്യത്തിന്റെ ഭാഗമാകാനുള്ള കോൺഗ്രസിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞു എന്നതിന്റെ സൂചന കൂടിയാണ് SP-BSP നീക്കം. ശരത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ BSPക്കും മധ്യകിഴക്കൻ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കൂടുതൽ പ്രാതിനിധ്യം എന്ന ധാരണയുടെ പുറത്ത് 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മഹാസഖ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യവാരം തന്നെ ഈ 15 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് മഹാസഖ്യത്തോട് അടുത്തു നിൽക്കുന്ന മഹാസഖ്യത്തിന്റെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 15 സീറ്റുകളിൽ കാൺപൂർ, ലക്നൌ, ഗാസിയാബാദ്, ഫൈസാബാദ്, പ്രതാപ്ഗഡ്, സഹരൻപൂർ ഉൾപ്പെടെയുള്ള സീറ്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറെ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മിഷൻ 30 എന്ന പേരിൽ ഉത്തർപ്രദേശിൽ ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന 30 മണ്ഡലങ്ങളുണ്ട്. ഈ 30 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടം തന്നെ മഹാസഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനം മൂലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയ പല മണ്ഡലങ്ങളിലും ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നേടാമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് മഹാസഖ്യം ഈ ഒരു ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാസഖ്യം ലക്ഷ്യമിടുന്നത്. ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടി പൂർണ്ണമായും കോൺഗ്രസുമായി യാതൊരു നീക്കുപോക്കും ഇല്ലാതെ തന്നെയായിരിക്കും ഉത്തർപ്രദേശിൽ മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അടിവരയിടാൻ വേണ്ടി പോകുന്നത്. ഇന്ന് മായാവതി നടത്തിയ പ്രസ്താവന, കോൺഗ്രസ് അധ്യക്ഷൻ മിനിമം വേതനം ഉറപ്പാക്കുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയ്ക്കെതിരെ മായാവതി നടത്തിയിട്ടുള്ള മായാവതി ഒരു മറുപടി നൽകുകയും ചെയ്തു. ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി മഹാസഖ്യം യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കില്ല. BJPയോട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതേ നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസുമായും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരു പടി മുന്നേറ്റം നേടുക എന്നതുകൂടി ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മഹാസഖ്യം ലക്ഷ്യമിടുന്നു.